Module 3 last topic ആണ് Cascode Amplifiers. Cascode എന്ന് വെച്ചാൽ ഒന്നിന്റെ മേളിൽ മറ്റേതെന്നുള്ള ഒരു അർത്ഥത്തിലാണ് Cascode എന്ന് പറയുന്നത്. So yeah, Cascode Amplifier എന്ന് പറയുമ്പോൾ MOSFETs നമ്മൾ ഒന്നിന്റെ മേളിൽ സ്റ്റാക്ക് ചെയ്ത് വരുന്ന ഒരു കോൺഫിഗറേഷൻ ആണ് Cascode. അപ്പോൾ ഈ Cascode കോൺഫിഗറേഷൻ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് Cascode Amplifierലേക്ക് പോകാം. So the first thing we will be talking about is Cascode stage. എന്താണ് സംഭവം എന്നുള്ളത്. Cascode stage എന്ന് വെച്ചാൽ it is actually a modified version of BJTയുടെ കേസ് പറയുകയാണെങ്കിൽ കോമൺ എമിറ്റർ, മോസ്ഫെറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ കോമൺ സോഴ്സ്. ഈ സ്റ്റേജുകളെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുന്നതാണ് കോമൺ കാസ്കോഡ് സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം കാസ്കോഡ് സ്റ്റേജ് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. കറണ്ട് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലൊരു കോൺഫിഗറേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ കാസ്കോഡ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ ആംപ്ലിഫയർ. കാസ്കോഡിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കാസ്കോഡിംഗ് യൂസിങ് ദ മോസ്ഫെറ്റ്. If you take any MOSFET M2, ഇതൊരു കോമൺ സോഴ്സ് സ്റ്റേജ് ആയിട്ട് വിചാരിക്കാം. നമുക്ക് കോമൺ സോഴ്സ് സ്റ്റേജിൽ നമ്മൾ ഇൻപുട്ട് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. യു ഗെറ്റ് ദ ഔട്ട്പുട്ട് ഫ്രം ദിസ് പോയിന്റ്, isn't it? R out is shown to be RO2. ഇങ്ങനെ പോയിട്ട് നമ്മൾ ഒരു മോസ്ഫെറ്റും കൂടി ഇതിന്റെ മേളിലോട്ട് സ്റ്റാക്ക് ചെയ്യാണ്. സോ യു ഹാവ് ബോത്ത് M1 ആസ് വെൽ ആസ് M2. ദിസ് ഇസ് കോൾഡ് കാസ്കോഡിംഗ്. അപ്പോൾ M1ഉം M2ഉം രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിൽ ബയസ് വോൾട്ടേജും മറ്റേ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിൽ ഇൻപുട്ട് വോൾട്ടേജും അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ഔട്ട്പുട്ട് ഈ പോയിന്റിൽ നിന്നും ഇതിന്റെ മേളിലത്തെ പോയിന്റിൽ നിന്നും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ദ ഔട്ട്പുട്ട് ക്യാൻ ബി ഡിറൈവ് ടു ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു GM1 RO1 RO2. ഈ ഡെറിവേഷൻ ഞാനൊന്ന് കാണിക്കട്ടെ ആദ്യം. യു ഹാവ് ദ ഇൻപുട്ട് അപ്ലൈഡ് അറ്റ് M1 ആൻഡ് ബയസ് വോൾട്ടേജ് അപ്ലൈഡ് അറ്റ് M2. ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇതൊരു റെസിസ്റ്റർ പോലെ ആക്ട് ചെയ്യും. നമ്മൾ ഇതിന്റെ AC ഇക്വലന്റ് മോഡൽ വരയ്ക്കുമ്പോൾ യു ഓൾറെഡി നോ ഒരു ട്രാൻസിസ്റ്ററിന്റെ AC ഇക്വലന്റ് മോഡൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇറ്റ് ആക്സ് ജസ്റ്റ് ലൈക്ക് എ റെസിസ്റ്റർ. ഒരു ബയസ് വോൾട്ടേജ് മാത്രമുള്ളപ്പോൾ. കാരണം എന്താ, ഈ ഗേറ്റിലുള്ള ബയസ് വോൾട്ടേജ് 0 ആയി പോകും. അപ്പോൾ ദിസ് വിൽ ആക്ട് ലൈക്ക് എ റെസിസ്റ്റർ. അതുകൊണ്ടാണ് അതിന്റെ ഇക്വലന്റ് സർക്യൂട്ടിൽ നമ്മൾ RO2 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വരച്ചേക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ റെസിസ്റ്റർ RO2 വിത്ത് റെസിസ്റ്റൻസ് RO2. ബാക്കി 0 ആയി പോകും. The next thing is input voltage applied at MOSFET M1. This input voltage actually it will be a fixed value. So when you draw the AC equivalent circuit, it will be connected to ground. അതായത് M1ന്റെ ഗേറ്റ് ആണിത്. ആ ഗേറ്റ് ഗ്രൗണ്ടിലേക്കാണ് AC equivalent circuit വരയ്ക്കുമ്പോൾ വരുന്നത്. അപ്പോൾ VGS will be taken between, this is the source, okay, this is the source, between gate and source, and it is marked as VGS1. All fine so far. Now the next thing you have at the output side is current source GM1 VGS1 and output resistance across between drain and source, that is RO1. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ കഴിഞ്ഞു. It's done. What is the output resistance? Output resistance is the resistance seen across these two terminals, that is ഈ പോയിന്റ് ഡ്രെയിൻ പോയിന്റും പിന്നെ ഗ്രൗണ്ടിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് R out എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജ് എത്രയാണ്? V out. V out is between these 2 points once again. So it is V out by the current between these terminals. Let us denote the current between these terminals, total current, as IX. IX എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. So it becomes output voltage V out divided by IX. നമുക്ക് V outന്റെ എക്സ്പ്രഷൻ ഈ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡലിൽ നോക്കിയിട്ടൊന്ന് എഴുതാൻ നോക്കാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഔട്ട്പുട്ട് ലൂപ്പ്. ഈ ഒരു ലൂപ്പ് നോക്കുക. ഇതിനകത്ത് V out എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ടോട്ടൽ ഡ്രോപ്പ് ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ് ആൻഡ് ഗ്രൗണ്ട്. നമുക്കതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ലെറ്റ് us split this. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദീസ് 2 points പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RO2. വോൾട്ടേജ് അക്രോസ് RO2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് IX into R02. RO2. That's very obvious, isn't it? പ്ലസ് പിന്നെന്താണുള്ളത്? ഈ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡ്രോപ്പ് അക്രോസ് RO1. It is the drop across RO1. Current through RO1 into RO1, the resistance. What is the current through RO1? Current through RO1 is equal to ഈ IX എന്ന് പറയുന്ന കറണ്ട് വരുന്നുണ്ട്. പക്ഷെ ആ IX എന്ന് പറയുന്ന കറണ്ട് ഇറ്റ് is splitting, അല്ലേ? It is splitting between these two. So you can write it as IX minus GM1 VGS1. IX minus GM1 VGS1. Or you can think of it like this. ഇതിൽ കൂടെ കറണ്ട് പോകുന്നത് IX ആണ്. ഈ GM1 VGS1 എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ബിക്കംസ് മൈനസ് GM1 VGS1. IX minus GM1 IGS1. This is the current through RO1. Current through RO1 into RO1. Okay. So total voltage drop is equal to current through RO1 into RO1
plus current through RO2 into RO2. ഇതാണ് total voltage V out എന്ന് പറയുന്നത്. Let's expand this IX RO1 minus GM1 VGS1 RO1 plus IX RO2. ഇതിനകത്ത് ഈ VGS1ന് നമുക്കൊരു substitution ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ look at the small signal model once again. Look at the small signal model once again. Small signal model input side VGS1 കാണാലോ. What is VGS1? That is the voltage between source and gate. Okay, and which is actually ground. So it is the voltage between source. VGS1 is the voltage between source and ground. But the same thing, അതായത് സോഴ്സും ഗ്രൗണ്ടിന്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് തന്നെയാണ് RO2ന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, ഇതിനകത്തൂടെയുള്ള കറണ്ട് IX ആണെന്നറിയാം. Therefore I can write, look here, IX RO2 is equal to minus VGS1. IX RO2 is equal to minus VGS1. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം, ഈ ഒരു ലൂപ്പ് എടുക്കുക. You can write VGS1 plus IX RO2 is equal to 0. That is VGS1 is equal to minus IX RO2. ഇങ്ങനെയും നമുക്ക് എഴുതാം. Anyway, the end result is the same thing. VGS1 is equal to minus IX RO2. Substitute ചെയ്യുക. When you substitute this, you get മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, രണ്ടും കൂടെ പ്ലസ് ആകും. And you expand it. You will get IX RO1 plus GM1 IX RO2 RO1 plus IX RO2. IX common ആണ്. Let's take it outside. So IX into ബാക്കിയെല്ലാം അതിനകത്ത് കിടക്കും. അത്രയും ചെയ്യുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ വി ഔട്ട് ഉണ്ട്, ഇവിടെ IX ഉണ്ട്. വി ഔട്ട് ബൈ IX എടുത്തു കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് ആക്ച്വലി ബൈ ഡെഫിനിഷൻ ആർ ഔട്ട്. അതുകൊണ്ട് വി ഔട്ട് ബൈ IX ഐസൊലേറ്റ് ചെയ്യുക. and you get this RO1 plus GM1 RO1 RO2 plus RO2. That is actually our output resistance Rout. Rout is equal to RO1 plus GM1 RO1 RO2 plus RO2. That is equal to RO1 first two terms in the common എടുക്കുകയാണെങ്കിൽ RO1 into 1 plus GM1 RO2 plus RO2. That is the output expression. Now let's use this in the cascode stage. We're back here. This is our cascode stage using NMOS. You have Rout is equal to 1 plus GM1 RO2 into RO1 plus RO2. Now Rout can be approximated as GM1 RO1 RO2 because the value of GM1 RO1 RO2 is found to be much greater than RO1 and RO2. ഇതെല്ലാം ഭയങ്കര ചെറിയ വാല്യൂ, ഇത് രണ്ടും ചെറിയ വാല്യൂസ് ആയിരിക്കും as compared to this product. Thus you can write RO2 is approximately equal to GM1 RO1 RO2. This is the expression for output resistance of a cascode stage. Let's move on to cascode amplifier now. Okay. Cascode amplifier നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഗെയിനും ഒക്കെ കാണാം. കാസ്കോഡ് ആംപ്ലിഫയർ കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഒരു കാസ്കോഡ് ടോപ്പോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഹൈ വാല്യൂ ഓഫ് വോൾട്ടേജ് ഗെയിനും ഹൈ വാല്യൂ ഓഫ് ആർ ഔട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്, കാസ്കോഡ് ആംപ്ലിഫയർ എന്ന പേരിൽ. ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്കണ്ടക്ടൻസ്. ദാറ്റ് ഇസ് ആക്ച്വലി ഡിനോട്ടഡ് ബൈ GM, capital GM. Capital GM by definition it is output current by input voltage തന്നെയാണ്, just like transconductance definition. But provided output is set to 0. അതിന്റെ സർക്യൂട്ട് ആണ് ഇവിടെ ഡെപിക്ട് ചെയ്തേക്കുന്നത്. യു ആർ സെറ്റിംഗ് ദ ഔട്ട്പുട്ട് ടു ഗ്രൗണ്ട് ആൻഡ് ദെൻ ദ കറണ്ട് ഇസ് ഐ ഔട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അറ്റ് ദാറ്റ് ടൈം. അതാണ് നമ്മുടെ GM എന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് ട്രാൻസ്കണ്ടക്ടൻസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു സിംപിൾ ആയിട്ട് നമുക്ക് പറയാം that is equal to minus GM into Rout. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ട സർക്യൂട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കുകയെന്ന് വെച്ചോ. അതായത് ഒരു ആംപ്ലിഫയർ വിത്ത് an output V out and an input V in. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ നമുക്ക് ഒന്ന് സ്മോൾ സിഗ്നൽ ഇക്വലന്റ് ഇപ്പോൾ വരച്ചതുപോലെ തന്നെ ഐ ഔട്ട് ആർ ഔട്ട് വെച്ചിട്ട് വരച്ചു. ഐ ഔട്ട് ആർ ഔട്ട് വെച്ച് ഡിനോട്ട് ചെയ്തു. ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് V out. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് നമ്മൾ വി ഔട്ട് എഴുതുവാണെങ്കിൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഔട്ട് ഇൻറ്റു ആർ ഔട്ട്. ഈ ഇക്വേഷനിൽ നമുക്ക് എഴുതാം, ഈ സർക്യൂട്ടിൽ നമുക്ക് എഴുതാം മൈനസ് ഐ ഔട്ട് ഇൻറ്റു ആർ ഔട്ട്. ഇതിനകത്ത് ഐ ഔട്ട് എന്ന് പറയുന്നത് വി ഓൾറെഡി നോ ദാറ്റ് GM ഇസ് ഈക്വൽ
I out by V in. Output current by input voltage provided V out is equal to 0. അപ്പോൾ നമ്മൾ I out ന് പകരം എന്ത് എഴുതും? GM V in. I out is equal to GM V in എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിപ്പോൾ V out ആണല്ലോ. V out ഉണ്ട്, V in ഉണ്ട്. Isolate ചെയ്യുക. V out by V in. That is equal to minus GM R out. And thus you have it. AV is equal to minus GM into R out. So from this you understand that AV is actually proportional to R out, and therefore you can increase the gain by simply increasing the output impedance. Okay, this is your gain and output resistance in case of cascode amplifier. Okay, so that's about it. Please read the textbook, study the topics, and I'll see you tomorrow. Thank you.